ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നിതാ കുക്കറിൽ നല്ല ഈസി ആയിട്ട് ഒരു മസാല ഷവായി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല ചൂട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതാ ഒരു 3-4 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ മല്ലിയില. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതാ ഞാനൊരു സവാള, ഒരു തക്കാളി ചെറുതാക്കി കട്ടാക്കിയത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഒരു 1/2 സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ അത് ഞാൻ ചിക്കൻ ഇതാ ചെറിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മാക്സിമം ഇങ്ങനത്തെ ചിക്കൻ എടുക്കാൻ നോക്കാം. അപ്പോൾ നന്നായിട്ട് ഉള്ളെല്ലാം വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല മസാല എല്ലാം അതിലേക്ക് പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മസാല ഷവായി ആക്കി എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്ത മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിനൊപ്പം കുറച്ച് സോൾട്ടും അതുപോലെ വിനെഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് വീഡിയോയിൽ സ്കിപ്പായി പോയി. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മാക്സിമം ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നാലേ മസാല എല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറച്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മസാല അതിൽ നേരത്തെ ബാക്കി വന്ന മസാല അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു മാക്സിമം ഒരു 3 വിസിലെങ്കിലും അടിച്ചെടുക്കാം. പിന്നെ അടി പിടിക്കുമെന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് മാക്സിമം ഒരു 3 വിസിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ അത് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് കളറൊന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ മതി. എന്നിട്ട് നേരത്തെ ആ കുക്കറിൽ ബാലൻസ് വന്നിട്ടുള്ള മസാല ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇതാ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് മസാല എല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഷവായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.